സംസ്ഥാനത്ത് ഉറ്റുനോക്കിയ 3 തദ്ദേശ വാർഡുകളുടെ ഉപതെരഞ്ഞെടുപ്പിൽ ബലം പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ യുഡിഎഫിന്റെ ശക്തമായ തിരിച്ചുവരവും തരംഗവുമാണ് കാണാൻ സാധിക്കുന്നത്. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വിഴിഞ്ഞവും പായിമ്പാടവും തൂത്തുവാരി യുഡിഎഫ് തങ്ങളുടെ കരുത്തറിയിക്കുന്നുണ്ട്. എൽഡിഎഫിന് ഒരു സീറ്റിൽ വിജയിക്കാനായപ്പോൾ തിരുവനന്തപുരത്ത് വലിയ തരംഗം സൃഷ്ടിച്ച ബിജെപിക്ക് നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടിയാണ്. ഏറ്റവും വലിയ പോരാട്ടം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ സിറ്റിംഗ് സീറ്റ് ഇടതുപക്ഷത്തിന് നഷ്ടമായിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയക്കൊടി പാറിച്ചു. 2902 വോട്ടാണ് സുധീർ ഖാൻ നേടിയത്. തൊട്ടു പിന്നാലെ എത്തിയ CPM സ്ഥാനാർത്ഥി നൌഷാദിന് 2819 വോട്ട് ലഭിച്ചപ്പോൾ കേവല ഭൂരിപക്ഷം സ്വപ്നം കണ്ട് മത്സരത്തിനിറങ്ങിയ ബിജെപിയുടെ സർവശക്തിപുരം ബിനുവിന് 2437 വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ വിജയത്തോടെ തലസ്ഥാന നഗരസഭയിൽ UDF കൗൺസിലർമാരുടെ എണ്ണം 20ലേക്ക് ഉയർന്നു. മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം വാർഡിലും UDF തങ്ങളുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കുകയാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദ 222 വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചതും. സുബൈദ 501 വോട്ട് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി 279 വോട്ട് മാത്രമാണ് ലഭിച്ചത്. ഇവിടെ ബിജെപിയുടെ അവസ്ഥ ദയനീയമായിരുന്നു. വെറും 14 വോട്ടുകളാണ് ബിജെപിക്ക് ആകെ നേടാനായത്. അതേസമയം എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡിൽ CPMന്റെ CB രാജീവാണ് വിജയിച്ചത്. 221 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ LDF സീറ്റ് നിലനിർത്തിയതും. കോൺഗ്രസിന്റെ ജോസിന് 337 വോട്ട് ലഭിച്ചപ്പോൾ ബിജെപിക്ക് ഇവിടെയും 34 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും മടങ്ങേണ്ടിയും വന്നു. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലെ മിന്നും വിജയങ്ങൾക്ക് പിന്നാലെ തിരുവനന്തപുരത്തും വൻ മുന്നേറ്റം നടത്താനായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഊർജ്ജമായിട്ടാണ് UDF കാണുന്നത്. KM മുരളീധരന്റെയും ശബരിനാഥിന്റെയും നേതൃത്വത്തിലുള്ള ചിട്ടയായ പ്രവർത്തനമാണ് തലസ്ഥാനത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സഹായിച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ ഭരണം ഭദ്രമാക്കാൻ വിഴിഞ്ഞം വിജയം അനിവാര്യമായിരുന്ന ബിജെപിക്ക് വോട്ടർമാർ നൽകിയ ഈ മറുപടി രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. മിഷൻ 110ലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന LDFനും അമിത്ഷായെയും മോദിയെയും വരെ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങിയ ബിജെപിക്കും കനത്ത തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കിട്ടിയിരിക്കുന്നത്.